സങ്കടകരമായ ഒരു ദിനങ്ങളിലൂടെയാണ് ഈ ഓണക്കാലയളവ് കടന്നുപോയത്. തേവലക്കരയിലെ മിഥുൻ്റെ മരണത്തിന് ശേഷം ഈ ഓണനാളിലാണ് നമ്മുടെ തേവലക്കരയിൽ തന്നെ പ്രിൻസും കുടുംബവും സഞ്ചരിച്ചിരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും ഒരുമിച്ച് പോയ അച്ഛനും 2 മക്കളും മരണമടയുകയും ചെയ്തത്. ആ തീരാ ദുഃഖവും പേറി 3-ാം ഓണത്തിന് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഒരു ബന്ധുവിനെ കാണാനായിട്ട് പോകുമ്പോഴാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ബെഞ്ചിൽ ഒരു ക്ലാസ് മുൻപ് പഠിച്ച ശ്യാമും അമ്മയും ഇരിക്കുന്നത്. ശ്യാമിൻ്റെ അടുത്ത് എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ശ്യാം പറഞ്ഞു, അമ്മയുമായിട്ട് ഓച്ചിറ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയാണെന്ന് പറഞ്ഞു. ഏറ്റവും വൈകാരികമായ അടുപ്പവുമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം. വളരെ ബാല്യകാലത്ത് തന്നെ ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് എന്നിലൊരു വളരെ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാക്കി. പക്ഷേ എപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചു, ശ്യാം പഴയ ചിത്രരചനയിലേക്ക് ഇപ്പോൾ ഏർപ്പെടാറുണ്ടോ, പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ടോ? ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മക്കളൊക്കെ അതൊരു മോനും ഒരു മകളുമാണ്. അപ്പോൾ തിരിച്ച് ശ്യാം ചോദിച്ചു, സുഹിത്തിന്? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു മകനും ഒരു മകളുമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ശ്യാം ഇത് പറയുമ്പോഴും ശ്യാമിൻ്റെ മുഖത്ത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇതൊക്കെ ആയിരുന്നപ്പോഴും ആ തൊട്ടടുത്തിരുന്ന അമ്മ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനും അച്ഛനും കൂടി മുന്നോട്ടുള്ളൊരു ബോഗിയിൽ കയറുകയും അവർ പിൻപെയുള്ളൊരു ബോഗിയിൽ കയറുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോഴാണ് ആ അമ്മയും ആ മകനും ഒച്ചിറ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പാളത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്ന് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ അവിടെ വെച്ച് കണ്ടപ്പോൾ ശ്യാം തൻ്റെ സങ്കടങ്ങളും അതുപോലെ തന്നെ തൻ്റെ വിഷമതകളും ഒന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് ശ്യാമിനെ പിന്തിരിപ്പിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഒരു കുടുംബം യാത്ര ചെയ്തപ്പോൾ ഒരമ്മയും ഒരു കുട്ടിയും മാത്രമായി അവശേഷിച്ച് അവരെ യാത്രയാക്കി ബാക്കിയുള്ള അംഗങ്ങളെല്ലാം തന്നെ മരണത്തിലേക്ക് വഴുതി വീഴുന്ന ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കെങ്ങനെ പങ്കുചേരാതിരിക്കാനാവും? അതുപോലെ അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പ്, മരണത്തിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞതുപോലെ ഒരു ബാല്യകാല സുഹൃത്തിനെ കാണുകയും അവരുടെ അമ്മയെ കാണുകയും അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മരണമടയുകയും ചെയ്ത ഒരു പ്രതികൂലമായ ഒരവസ്ഥ. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവർ ദുഃഖക്കടലിലേക്ക് പോകുമ്പോൾ നമുക്കെങ്ങനെയാണ് ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ചമയങ്ങളിൽ ഏർപ്പെടുവാനുമൊക്കെ സാധിക്കുക? കാരണം ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഈ ഓണക്കാലം തീർത്തും വളരെ ദുഃഖഭരിതമായ ഒരു ഓണക്കാലം കൂടിയായിരുന്നു. നമ്മുടെ ഉറ്റവരെ വേർപെട്ട, ഉടയവരെ വേർപെടുന്ന, സുഹൃത്തുക്കളെ നഷ്ടമാകുന്ന ഒരു ഓണക്കാലം കൂടി. അവരുടെ എല്ലാം വേർപാടിൻ്റെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു.